അല്ലെങ്കിൽ യു കട്ടൊക്കെയാണ് ഇഷ്ടമെന്ന് പറയും. ലെയറിന്റെ ഫസ്റ്റ് ലെയർ വരുന്നത് എപ്പോഴാണ് തോന്നുന്നത് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. യു ഷേപ്പ് ബി ഷേപ്പിനെ കുറിച്ച് നമുക്ക് ഭംഗി ഉണ്ടാവത്തില്ല, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് പറ്റിയ ഒരു ഹെയർ കട്ട് ചൂസ് ചെയ്യാം എന്നാണ്. മാർക്കറ്റിൽ ഒരുപാട് കൈൻഡ് ഓഫ് ഹെയർ കട്ട്സ് അവൈലബിൾ ആണ്. യു വി ലെയർ അങ്ങനെ തുടങ്ങി പല തരത്തിൽ. ഇതിലേതാണ് നമുക്ക് സ്യൂട്ട് ആവുന്നത്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഹെയർ കട്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം നമ്മൾ എങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ മുടി ഇങ്ങനെ ഒതുക്കി കെട്ടി വെക്കുന്ന കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈലാണോ ചെയ്യുന്നത്, മുടി അഴിച്ചിട്ടിട്ടുള്ള ഹെയർ സ്റ്റൈലാണോ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നത്? എല്ലാവർക്കും ഇപ്പോൾ കോളേജിൽ പോകുന്നവരായിരിക്കും, സ്കൂളിൽ പോകുന്നവരായിരിക്കും, ഓഫീസിലായാലും നിങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ അതേതാണെന്ന് നോക്കുക. ഇപ്പോൾ സ്കൂൾ കുട്ടിയൊക്കെയാണെങ്കിൽ അവർക്ക് രണ്ട് സൈഡ് പിന്നിടേണ്ടി വരും. കോളേജിലാണെങ്കിൽ ഇപ്പോൾ വലുതായിട്ട് അങ്ങനെ റൂൾസ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള മുടി കെട്ടാം. പക്ഷെ പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 40% ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഏത് ഹെയർ സ്റ്റൈലാണോ ചൂസ് ചെയ്യേണ്ടത് അതിനാണ്. ഇപ്പം നിങ്ങൾ മുടി എപ്പോഴും ഒതുക്കി പിന്നിയിട്ട് കെട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെയർ കട്ട് ചെയ്യാതിരിക്കുക. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മൾ ലെയർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ മാത്രം വന്നിട്ട് മുടി നല്ല രീതിയിൽ തിന്നായിട്ടുണ്ടാവും, അതത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മുടി പിന്നീ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എൻഡിൽ മാത്രം വന്ന് വാല് പോലെ കിടക്കും. അപ്പോൾ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ പിന്നീടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നോർമൽ ഏതെങ്കിലും ഹെയർ കട്ട് ചെയ്താൽ മതി. രീതിയിൽ ഡീപ്പായിട്ടുള്ള വിയും അതുപോലെ തന്നെയാണ്. വി കട്ടും അതുപോലെ നമുക്ക് താഴെ മാത്രം നടുവിലത്തെ മുടി മാത്രം കുറച്ചിങ്ങനെ നീളത്തിൽ കിടക്കുന്ന മാതിരി തോന്നും. അത് മാത്രമായിരിക്കും താഴോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്, അത്ര ഭംഗി ഉണ്ടാവില്ല. മുടി നല്ല രീതിയിൽ തിന്നായിട്ട് തോന്നിക്കാനായിട്ട് ഒരു എഫക്റ്റ് കൊണ്ടുവരും. സോ നമ്മൾ ഒരു മുടി കെട്ടി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലെയർ കട്ടൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ പുട്ടപ്പൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കത് നഴ്സുമാരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കെട്ടി വെക്കുമല്ലോ. ടീച്ചേഴ്സും ചില സ്കൂളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് പിന്നെ അഴിച്ചിടുന്ന സമയത്ത് മാത്രം ലെയറൊക്കെ കാണുന്ന രീതിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു നെറ്റ് പോലത്തെ സാധനമൊക്കെ കിട്ടുമല്ലോ, അത് വെച്ച് നല്ല രീതിയിൽ നഴ്സുമാരായാലും ടീച്ചർമാരെല്ലാം നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് വെക്കാം. പ്രൊഫഷൻ നോക്കിയിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ടും അത് ചൂസ് ചെയ്യാം. ഒരു യുക്തിക്കനുസരിച്ച് അത് ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഇഷ്ടമാണ്. അത് നമ്മളൊരു 50% നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാര്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഹെയർ സ്റ്റൈൽ അത്ര താല്പര്യമില്ല, ലെങ്തിലുള്ള ഹെയർ സ്റ്റൈൽ താല്പര്യമില്ല. നമുക്ക് ഒരു ലെയേർഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് അല്ലെങ്കിൽ യു കട്ടൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ ചെയ്യാം. കാര്യം നമ്മുടെ മുടി പിന്നെ വളർന്നോളും. നമുക്കത് വേണ്ടാന്ന് തോന്നുമ്പോൾ നമുക്കത് മാറ്റാനൊക്കെ പറ്റും. ഞാനും വിചാരിച്ചിട്ടുണ്ട് ലെയർ കട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇനി എത്ര നാൾ കൂടിയിട്ടാണ് ഇതൊന്ന് വളർന്നു കിട്ടുന്നത്. കാര്യം ലെയറിൻ്റെ ഫസ്റ്റ് ലെയർ വരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. അതുകൊണ്ട് ഇനി ഇത് ഇങ്ങോട്ട് വളർന്ന് എത്തുന്നത് വരെ കുറേ ടൈം എടുക്കുന്നു. ആക്ച്വലി ഒരു 6 monthsനുള്ളിൽ തന്നെ ഇത് നല്ല ലെങ്ത് വെക്കും. പിന്നെ ഒരു 1 year ആകുമ്പോൾ പിന്നെ നമുക്ക് നോക്കിയേ വേണ്ട, നല്ല രീതിയിൽ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും. എനിക്ക് പൊതുവേ ലെയർ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. സോ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ള ഒരു 40% ഉണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ ഒരു പ്രൊഫഷനും നമ്മുടെ ഒരു സിറ്റുവേഷനും കൂടെ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു 10% മാത്രം വരുന്നതാണ് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ്. കൂടുതൽ പേർക്കും നെറ്റ് കയറുന്നതായിരിക്കും ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അതിനൊരു 10% മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്ന് പറയാൻ കാര്യം, എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ആര് മുടി പിരിച്ചിട്ടാലും ഈ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യൊന്നുമില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ കൂടുതലും പണി ചെയ്യുന്നത്. സോ നമ്മൾ എന്തിനാണ് വെറുതെ ഫേസിൻ്റെ ഷേപ്പിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മുടെ ഫേസിന് ഇന്ന ഹെയർ സ്റ്റൈൽ മാത്രമേ ചേരൂ എന്ന് നമുക്ക് തോന്നുന്നതാണ്, അതാണ് നമ്മുടെ ഇഷ്ടം. അപ്പം നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ സലൂൺസിൽ പോകുമ്പോൾ അവർ തന്നെ പറയും നിങ്ങളുടെ ഫേസ് ഇതാണ്, സോ നിങ്ങൾക്ക് ഇത് തന്നെ ചേരുള്ളൂ. പക്ഷെ നമുക്കത് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം.
പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ ഇഷ്ടത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. മുടിയാണ് വളരും, അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ ഷോർട്ട് ഹെയർ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഈ ലോങ് ഹെയർ ആണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് അവർക്കിനി ഷോർട്ട് ഹെയർ ചെയ്യത്തില്ല എന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. അത് എന്തായാലും നമ്മളൊരു പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മളെ കാണുന്നവർക്കും നമുക്കും കുറച്ച് ടൈം എടുക്കും. ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മുടി വെട്ടാം. ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് യു ഷേപ്പ് വി ഷേപ്പിനെ കുറിച്ച് സംസാരിക്കാം. യു ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിയിൽ ഇങ്ങനെ യു ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങോട്ട് തിക്നെസ് കുറയത്തില്ല, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ വരും. അങ്ങനെയാണ് യു ഷേപ്പിലുള്ള മുടി വരുന്നത്. വലുതായിട്ട് അങ്ങനെ നമ്മുടെ തിക്നെസ് കുറയുന്ന രീതിക്കോ അല്ലെങ്കിൽ നമ്മൾ മുടി പിന്നി കെട്ടുമ്പോൾ നമുക്ക് ഇവിടെ തിന്നായിട്ടുണ്ടാവുന്ന രീതിക്കോ ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ വി കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുന്ന് മുടി നന്നായിട്ട് കയറിപ്പോകും. അത് കാരണം തന്നെ നമ്മൾ മുടി കെട്ടി വെക്കുമ്പോഴൊക്കെ നല്ല നേർത്ത മുടിയാണ് താഴെ ഉണ്ടാവുന്നത്. സോ ഇത് രണ്ടുമാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ലെയർ കട്ടാണ്. പല തരത്തിലുള്ള ലെയർ കട്ട് ഉണ്ട്. സാധാരണ ലെയർ കട്ട് ഉണ്ട്, താഴെ മാത്രമായിട്ട്. അതല്ലാതെ ഫുൾ ടോപ്പ് മുതലേ ലെയർ കട്ട് വരുന്നതുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ലാസ്റ്റായിട്ട് ബട്ടർഫ്ലൈ ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ടോപ്പ് തന്നെ ലെയർ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഞെരുക്കമുള്ള മുടിയാണ്, നിറയെ തിക്കായിട്ടുള്ള മുടിയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്നെ പോലെ തിന്നായിട്ടുള്ള ഹെയറാണ്, വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ അത് അത്ര കണ്ട് ഭംഗി ഉണ്ടാവത്തില്ല. നമ്മൾ കട്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴേക്കും കുറച്ച് മുടി മാത്രമേ കിടക്കുള്ളൂ, ലെങ്ത് കുറയത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലാ പാർലറിലും കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് മെഷർ ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ മുടി വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടി ഇങ്ങനെ കയറി അങ്ങനെ പോകുന്ന ഒരവസ്ഥയുണ്ട്. സോ പാർലറിലൊക്കെ ആണെങ്കിൽ അവർ കറക്റ്റായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ലെങ്തിനാണോ വേണ്ടത് അതവർ ചെയ്തു തരും. പക്ഷെ മുകളിലോട്ടും സൈഡിലോട്ടുള്ള മുടി ഇങ്ങനെ തിന്നായി നേർത്ത് പോകുന്നത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ലെയർ കട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതല്ലെങ്കിൽ തിക്കായിട്ടുള്ള ലെയർ ഉണ്ടല്ലോ അത് ചെയ്യുക. ഈ ബട്ടർഫ്ലൈ ലെയറൊക്കെ എന്ന് പറഞ്ഞാൽ താഴെ ഭയങ്കര കുറവായിട്ടാണ് കിടക്കുന്നത്. എനിക്കത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. വളരെ കുറവാണ്, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കേൾ ചെയ്ത് എപ്പോഴും നമ്മൾ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷെ ആ ഒരു ഭംഗി എല്ലാ തവണയും എനിക്ക് ആവശ്യം വന്നിട്ടില്ല. കാര്യം ഞാൻ എല്ലാ തവണയും ബ്ലോ ഡ്രൈ ചെയ്യുന്ന ആളല്ലായിരുന്നു. സോ നോർമലി കുളിച്ചിട്ട് ഞാൻ ഹീറ്റ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാറില്ല. നോർമലി കുളിച്ചിട്ട് മുടി കെട്ടിയിട്ട് പോകുമ്പോൾ ഇച്ചിരി മാത്രം മുടിയായിട്ട് കിടക്കുമായിരുന്നു. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിരുന്നില്ല. സോ ഞാൻ മുടി കട്ട് ചെയ്തപ്പോഴാണ് ഇപ്പം എനിക്ക് കുറച്ച് സമാധാനമായത്. പിന്നെ ഞാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തു. നിങ്ങൾ സ്ട്രൈറ്റ് കട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ആയാലും ഒക്കെ നമുക്ക് വീണ്ടും പെട്ടെന്ന് നമുക്ക് അടുത്ത കട്ട് ചെയ്യാനായിട്ട് പറ്റും, അടുത്ത് നമുക്ക് ട്രിം ചെയ്യാം. പക്ഷേ നിങ്ങൾ വി കട്ടോ അല്ലെങ്കിൽ ലെയർ വളരെ ഡീപ്പായിട്ടുള്ള ലെയർ കട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യണം. കാര്യം നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മുടി താഴെ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒന്ന് മുടി കട്ട് ചെയ്തെടുത്തത്. ഇപ്പം ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് യു ആണ്, പക്ഷേ ഇങ്ങനത്തെ യു അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വേവ് പോലെ ഇങ്ങനെ മാത്രം ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരും. പക്ഷേ ഈ രണ്ട് എൻഡിൽ മാത്രം കയറിയിട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിന് ഇത് സെറ്റാവുന്ന പോലെയും എൻ്റെ ഇഷ്ടങ്ങൾക്ക് സെറ്റാവുന്ന പോലെയും എനിക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഹെയറിൻ്റെ ലെങ്ത്തും എത്ര നീളം വെക്കണം എന്നുള്ളതും അതും നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇങ്ങനെ ഇത് മാത്രമേ ചേരൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഗൈസ്. നമുക്കിപ്പോൾ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഇപ്പോൾ ചെറിയ മുടിയൊക്കെ ആണിത് ഇതുവരെ മുടിയുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ വെച്ചാൽ ഇപ്പം വളരെ ചീപ്പായിട്ട് എക്സ്റ്റൻഷൻ കിട്ടും. നമുക്ക് ആ ഒരു സിറ്റുവേഷന് ആപ്റ്റാക്കി എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ട്രഡീഷണൽ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ മുടി നീളത്തിൽ വെച്ച് ആക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ് ആ ഒരു കാര്യം. പിന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പ്രായത്തിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ മാത്രം. പക്ഷെ നമ്മൾ കുറേ കാലമായിട്ട് നല്ല ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കും ഒരു ആ ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ചിന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് മാറിക്കോളും. അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. സോ നിങ്ങൾക്ക് മുടി വെട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. ഒരു മിനിറ്റിൽ തോന്നുന്നതിൻ്റെ പേരിൽ മുടി വെട്ടരുത്. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് തോന്നുകയാണ് മുടി വെട്ടാം എന്ന്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തോന്നുകയാണ് വെട്ടണ്ട, ഇത് തന്നെ മതി. അങ്ങനെ തോന്നുമ്പോൾ ഒരു ഇൻഡെസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യണ്ട. നമുക്ക് ഏതാണോ സ്റ്റൈലായിട്ട് തോന്നുന്നത്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം.
അപ്പോൾ ഇനി നിങ്ങൾ മുടി വെട്ടാനായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് മുടി വെട്ടാനായിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ വീഡിയോ കണ്ടത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.